കോതമംഗലത്ത് കാട്ടാന ചവിട്ടിക്കുന്ന ക്ലാഞ്ചേരി സ്വദേശി എൽദോസിന്റെ മൃതദേഹം ഇന്ന് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം നടക്കുന്നത്. എറണാകുളത്ത് സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി നോക്കുന്ന എൽദോസ് കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം നടക്കുന്നത്. എറണാകുളത്ത് സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി ചെയ്യുന്ന എൽദോസ് രാത്രി 8:30യോടെയാണ് KSRTC ബസ്സിൽ എത്തുന്നത്. ബസ്സിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് നടന്നു പോകുന്ന വഴിയായിരുന്നു ആനയുടെ ആക്രമണം ഉണ്ടായത്. വീട്ടിലെത്താൻ കേവലം 1 കിലോമീറ്റർ മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത്. ശരീരം മുഴുവൻ ഛിന്ന ഭിന്നമായ നിലയിലായിരുന്നു. അതുവഴി വന്ന ഓട്ടോറിക്ഷക്കാരനാണ് ഈ വിവരം നാട്ടുകാരെ അറിയിക്കുന്നത്. എൽദോസിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ കടുത്ത പ്രതിഷേധമാണ് നടത്തിയത്. മൃതദേഹം വിട്ടുകൊടുക്കാതെയാണ് ഇവർ പ്രതിഷേധിച്ചത്. തുടർന്ന് ജില്ലാ കളക്ടർ എത്തി നാട്ടുകാരുമായി ചർച്ച നടത്തി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചത്.